pleasant morning to all. It is my great pleasure to welcome you all to this year annual function. ഭക്തിയും വിവേകവും ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും നന്മരൂപിയായ രണ്ട് വ്യക്തികളെ പറ്റി ഒരു വാക്ക് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. രൂപ ജോർജ്. ഞാൻ പഴയ എൻ്റെ മുറിയിൽ നിന്നപ്പോൾ ഏതോ ഒരു പെൺകുട്ടി വന്ന് വളരെ ഭംഗിയായിട്ട് എന്നോട് പ്രാർത്ഥിക്കുന്നത് പതിവില്ലാത്ത മുഖമാണോ എന്ന് ഞാൻ ഇതൊന്ന് കംപ്ലൈൻറ്റ് ശരിക്ക് പറഞ്ഞ് ഞാൻ സൂപ്പ് ചെയ്യുന്നു. ധാരാളം വന്നിരിക്കുന്നു. അപ്പോൾ കൈക്കാരന്മാരോട് പറഞ്ഞു ഏതോ ഒരാൾ വന്നിട്ടുണ്ട്. ഫോട്ടോയും കൂടെ എടുക്കണം കണ്ട് കഴിയുമ്പോൾ ആൾ തീർച്ചയായിട്ടും എന്തായാലും എന്തോ ഒരു പ്രത്യേക കാര്യത്തിൽ വന്നിരിക്കുന്നതാണ്. പിന്നീട് ഇവിടെ വന്ന് പരിചയപ്പെട്ടപ്പോൾ ബേബി മറൈൻസിൻ്റെ സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട രൂപ ജോർജാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു. രൂപ ചെയ്യുന്ന എല്ലാം നല്ല കാര്യങ്ങളെയും വികാരിച്ചെന്നുള്ള രീതിയിൽ സെയിൻറ്റ് തോമസ് സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും പ്രത്യേകിച്ച് പള്ളിയിലെ വികാരിച്ചെന്നുള്ള രീതിയിൽ കുട്ടിക്കാരന്മാർക്ക് നടന്നതിലും ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. രൂപയ്ക്കെല്ലാവിധ ഭാവുകങ്ങളും ദൈവാനുഭവം വരികയാണ്. കൂടുതൽ ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുവാൻ അതുവഴി ദൈവത്തിനും മനുഷ്യർക്കും ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ചെയ്യുവാൻ രൂപയ്ക്കിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. രൂപ മേഡത്തെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്കറിയാം, ഒരു ചെറുപുഞ്ചിരിയോടെ സ്കൂളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കുഞ്ഞു കുട്ടികളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന കുട്ടികളുടെ പ്രിയങ്കരിയായ ഒരു വ്യക്തിത്വമാണ്. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളുടെ ഈ ഒരു വാർഷികോത്സവത്തിൽ വരാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. സെൻറ്റ് തോമസ് എൽ പി സ്കൂളിൽ ബിന്ദു മിസ് അങ്ങനെ ഒരു ദിവസം വിളിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഈ സ്കൂളിൽ നിറഞ്ഞ സന്തോഷത്തോടു കൂടി വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ കുട്ടികളുടെ ആ ഒരു സ്നേഹവും ഊർജവും ഒക്കെ എന്നെ ഏറെ ആകർഷിച്ചു. അങ്ങനെയാണ് ഞാൻ അവർക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ മെയ് 1-ാം തീയതി നടന്ന ഒരു സംഭവ കഥ, ആമസോൺ മഴക്കാട്ടിൽ 4 കുട്ടികൾ 40 ദിവസം നടത്തിയ അതിജീവനത്തിൻ്റെ കഥ, സർവൈവൽ സ്റ്റോറി ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാ കുട്ടികളും ആമസോൺ ടീച്ചർ എന്ന് വിളിച്ചുകൊണ്ട് അവരെല്ലാവരും എന്നെ സ്നേഹത്തോടുകൂടി ഓർത്തു, ആ കഥ ഓർത്തു. അപ്പോൾ ഇതിലൂടെയൊക്കെ, കഥകളിലൂടെയൊക്കെ നമുക്ക് കുട്ടികളെ വലിയ വലിയ മൂല്യങ്ങൾ പഠിപ്പിക്കാം. ഞാൻ അവരോട് പറയുകയുണ്ടായി, ആ കുട്ടികളുടെ, നിങ്ങളെല്ലാവരും ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം നടന്ന ആ ഒരു 4 കുട്ടികൾ 40 ദിവസം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഴക്കാട്ടിൽ നടത്തിയ അതിജീവനത്തിൻ്റെ കഥ. ആ കുട്ടികളുടെ അറിവ് തന്നെയാണ് ആ കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അറിവില്ലായ്മയാണ് പല രീതിയിലുള്ള അപകടങ്ങളിലേക്ക് നമ്മളെ ക്ഷണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിവിധ മേഖലകളിൽ, അതായത് പദ്യമുണ്ട്, നൃത്തമുണ്ട്, ഡ്രാമയുണ്ട്. അപ്പോൾ ആരാണ് ഗുരു എന്ന് ചോദിച്ചപ്പോൾ ഹൈസ്കൂൾ വിഭാഗമായിരുന്നു. മിക്ക കുട്ടികളും പറഞ്ഞത് യൂട്യൂബ് നോക്കിയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു നമ്മൾ കാലങ്ങൾ മാറും തോറുമൊക്കെ ആ ഒരു വലിയൊരു വ്യത്യാസം, ഗുരുക്കന്മാർ, ഇപ്പോൾ മാതാപിതാ ഒരുപക്ഷെ ഗൂഗിൾ, യൂട്യൂബ് ദൈവമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ ഗൂഗിളിനെ ഒക്കെ ആശ്രയിച്ചാണ് നമ്മൾ സഞ്ചരിക്കുന്നത് വരെ. പക്ഷെ അതിൻ്റെ അപകടങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത പലരും വെള്ളത്തിലോട്ട് പോയി പല അപകടങ്ങൾ വന്നതൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവിനോടൊപ്പം തന്നെ ഒരു തിരിച്ചറിവ് വേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് മറ്റ് സാഹചര്യങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ തന്നെ നിൽക്കണം. അതിനുവേണ്ട ആ ഒരു മൂല്യങ്ങളും അതിനുവേണ്ട ആ ഒരു ഊർജവും അവർക്ക് ജോലി എടുക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സ്വപ്നം, നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് ഒരുമിച്ച് സ്വപ്നം കാണാം, നല്ല രീതിയിൽ നമുക്ക് ചിന്തിക്കാം, നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ സ്കൂളിനെയും ഈ സ്കൂളും എത്രയും പെട്ടെന്ന് എക്കണോമിക്കലായി ഇവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം സാധിച്ചു തരട്ടെ. നമ്മളെ എല്ലാവരെയും, നിങ്ങൾ മാതാപിതാക്കളെയും കുഞ്ഞു മക്കളെയും അധ്യാപകരെയും ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ നൊയമ്പിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും എല്ലാം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.